ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡെയിലി വ്ലോഗ് 2 ആണ്, രണ്ടാമത്തെ വ്ലോഗാണ് എടുക്കുന്നത്. അപ്പൊ ഇന്ന് ഇല്ലതെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടൂർക്ക് പോകും. അതിന് മുമ്പ് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ. ഐ മീൻ ഇങ്ങനത്തെ ഡെയിലി വ്ലോഗ്സ് അങ്ങനത്തെ വീഡിയോ അല്ല, എന്തെങ്കിലും മേക്കപ്പോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ എടുക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നടക്കുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ എണീറ്റപ്പോ സമയം 8:45. അപ്പൊ ഇത്രയും ലേറ്റ് ആയിട്ടാണ് ഞാനിപ്പോ എണീറ്റിട്ടുള്ളത്. നടക്കുമെന്ന് അറിയില്ല. പിന്നെ എനിക്കാണ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുമ്പം വെയിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ടില്ലല്ലോ. അപ്പം ഇന്ന് നമുക്ക് വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. ഞാനിപ്പോ ഇന്ന് എണീറ്റിട്ടേ ഉള്ളൂ. എണീറ്റ് ബ്രഷ് ചെയ്തു അത്രേ ആയിട്ടുള്ളൂ. ജസ്റ്റ് വെള്ളം കൂടി കുടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം ഇന്നിപ്പം എത്രയാണ് എന്റെ വെയിറ്റ് എന്ന് നോക്കാം കേട്ടോ. അപ്പൊ 58.3 48.3 ആണ് കേട്ടോ അപ്പൊ എന്റെ വെയിറ്റ്. നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇതിപ്പം ഒരു വെയിറ്റ് ലോസ് എന്താ പറയാ, വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്യണ്ടേന്ന് പറയുന്ന വീഡിയോ ഒന്നും അല്ല. ഞാൻ ഡെയിലി വ്ലോഗ്സ് ചെയ്യാണ്, കൂട്ടത്തില് അതൊരു വെയിറ്റ് ലോസ് എഡിഷൻ പോലെ ചെയ്യാണ്. വെയിറ്റ് ലോസ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഞാൻ ചെയ്യാണ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഇത്ര വൈകിയില്ല. അപ്പൊ ഇനിയിപ്പൊ ഞാൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉച്ചയാവും. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ പാടൂർക്കും പോകണം. അപ്പൊ എല്ലാം കൂടെ ആവുമ്പോ നടക്കത്തില്ല. അപ്പം ഇന്ന് നമുക്ക് എക്സസൈസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് ഞാൻ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ റീൽസൊക്കെ റഫർ ചെയ്യട്ടെ. കോപ്പടിക്കാൻ പറ്റിയ വല്ല റീൽസ് ഉണ്ടെന്ന്, എന്നിട്ട് അത് ചെയ്യണം. പതിവല്ല നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഷേക്ക് ഉണ്ടാക്കാൻ ബദാം ഇല്ല, പകരം എനിക്ക് കാഷ്യൂ ആണ് അവിടെ കിട്ടിയത്. അപ്പോൾ കാഷ്യൂ എടുക്കുന്നുണ്ട്, ഒരു 5 കാഷ്യൂ, പിന്നെ കുറച്ച് കപ്പലണ്ടി, പിന്നെ നമുക്ക് പഴം ആവശ്യമുണ്ട്. അപ്പോൾ ചെറുപഴമാണുള്ളത്. അപ്പോൾ ഞാൻ 2 ചെറുപഴം എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ്സ് വേണം, ഒരു 5 ഡേറ്റ്സ് അതിനകത്തേക്ക് ഇടുക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, നോർമൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. അതാണ് എൻ്റെ ഷേക്ക് കേട്ടോ. അപ്പം ഞാൻ അത് ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇതാണ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കരഞ്ഞോ? അപ്പുമാൻ വന്നതിൻ്റെ സന്തോഷം അവിടെ ഒരാൾ പ്രകടിപ്പിച്ചതാണ് ആ കണ്ടത് കേട്ടോ. ജുഗ്നുവിന് ഭയങ്കര സർപ്രൈസ് ആയി. ജുഗ്നു എണീറ്റ് വന്നപ്പം അവൻ്റെ അപ്പുമാൻ, എൻ്റെ ബ്രദറാണ്, അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവനെ കണ്ടിട്ടുള്ള സന്തോഷമാണ് പ്രകടിപ്പിച്ചത്. ഞാനിവിടെ കുറച്ച് പണിയിലാണ്. എനിക്ക് വീക്കെൻഡാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, അന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പം അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ, റെഡി ആവാനൊക്കെ. ഇപ്പം ആ പരിപാടിയിലാണ് കേട്ടോ. അയ്യോ, ഇവിടെ ഇന്റർനെറ്റ് കുത്തണെങ്കിൽ ലാൻ കുത്തേണ്ടി വരൂല്ലേ? അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ആവില്ല എന്ന് തോന്നുന്നു. ചെളി ചുക്കൂട്ടാ. നമുക്ക് വായ കഴുകണ്ടേ കണ്ണാ? കണ്ണാ എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവാ? ഞാൻ ഒരു വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ജുനുവിന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഇനി എന്തായാലും പോവാൻ റെഡി ആവാണ്. അപ്പൊ പോവാൻ റെഡി ആയിട്ട് ആ കൂട്ടത്തില് ഒരു ചെറിയ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിരിക്കണു. വേറെ ഒരു വീഡിയോ എടുക്കലുണ്ടായില്ല കേട്ടോ. പറയുണ്ടോ? ആ പറയൂ. ജുഗുന അച്ചാച്ചി വീട്ടിലേക്ക് പോവാ. ജുഗുനും അമ്മും ഡാഡിയും കൂടെ അച്ചാച്ചി വീട്ടിലേക്ക് പോവാണ്. അച്ചിച്ചി എന്തിനാ പോണേ? അച്ചിച്ചി തിരുവാതിരക്കളി പ്രാക്ടീസിന് പോണു അല്ലേ? അങ്ങനെ നമ്മള് നാളെ തിരിച്ചു വരും അല്ലേ അമ്മത്തേക്ക്? മറ്റന്നാ ഫ്ലാറ്റിൽ പോവും അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻസ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നല്ലോണം ലേറ്റ് ആയി, 12:30 ആയിട്ടുണ്ട്. ഇപ്പൊ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നിരുന്നു, പക്ഷെ ശരിയായില്ല. അങ്ങനെയൊക്കെ ലേറ്റ് ആയി. എന്തായാലും നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജുഗുന് പകുതി വഴി എത്തിപ്പിക്കും, നല്ല ഉറക്കായി കേട്ടോ.
നമ്മളിതേ ഇവിടെ എത്തി. ഞങ്ങളിതേ ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളൂ. അത്ര 2 മണിയോ 2 മണി ആയിട്ടുണ്ട്. ഞങ്ങളതേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ മലയാളികൾ നിരത്തി വെക്കാൻ തുടങ്ങിയിരിക്കണു. ദേ അവിടെ ഇരിക്കണു. ഇനി ഭക്ഷണം കഴിക്കണം. അപ്പൊ ഇന്നത്തെ ഫുഡ് ഞാൻ നോക്കട്ടെ കേട്ടോ. ക്യാബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ മോരൊഴിച്ച് കൂട്ടാനുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തോ ഒരു പരിപ്പ് കൂട്ടാനുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ ലഞ്ചിന്. ഓഫീസിലേക്ക് കൊണ്ടുപോകണ പോലെ തന്നെ ഒരു 2 ചട്ടകം, ഐ മീൻ 2 ചട്ടകം എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ചോറ് പിന്നെ ബാക്കിയുള്ള കറികളെ എത്രയായാലും പ്രശ്നമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി. ബിക്കോസ് ഞാൻ വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത്. അപ്പം കുഴപ്പമില്ല എന്നുള്ള അത്രയ്ക്കൊക്കെ കഴിക്കുള്ളൂ, ഒരുപാടൊന്നും കഴിക്കില്ല. അപ്പം അതിലൊരു കണക്കൊന്നുമില്ല. ചോറ് അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നും അതുപോലെ തന്നെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന സെയിം അളവിൽ തന്നെ എടുക്കുക. ഇന്നലെ കണ്ടില്ല അതുപോലെ തന്നെ. എന്നെ പറ്റിച്ചു ഗായ്സ്, ഞാനല്ല ഇപ്പൊ കഴിക്കുന്നത് ചുക്കുരുവാണ് അല്ലേ. പതുക്കെ കഴിക്കണേ. എരിവുണ്ടോ? പച്ചച്ചോറ് മതിയാ? ചായ കുടിക്കാണ് ഗൈസ്. സൂക്ഷിച്ചു കൊണ്ടുവയ്ക്കണേ മുകളില്. ഗുഡ് ബോയ്. ഞങ്ങള് ചായ കുടിക്കണം. അപ്പൊ ചായ അവിടെ പഴംപൊരിയും സമൂസയൊക്കെ ഉണ്ട്. സൂര്യേട്ടൻ കഴിച്ചു. ഞാനിപ്പം എന്തായാലും വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇനിയിപ്പോ കഴിച്ചില്ല, ചായ കുടിക്കില്ല. 6 ആയോന്ന്? എന്ത് 6? 6 ആവണ്ട. 6 ആവുമ്പോഴാണ് അടയ്ക്കുക. ജുഗുന്റെ മൂത്രം വയ്ക്കണ സ്ഥലം. ജുഗുനു പാക്കിലേക്കാണോ? നടന്നാ പോണേ? ഓക്കേ, ടാറ്റാ. ആക്ച്വലി എനിക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇല്ല, മാറ്റി വെച്ചു. അത് നാളേക്കാക്കി. അപ്പൊ ഞാൻ വിചാരിച്ച ഡാൻസ് ക്ലാസ് ഉണ്ടെങ്കിൽ കുറച്ച് എക്സസൈസ് അതിന്റെ കൂടെ അങ്ങ് പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഇല്ല. അത് വൈകുന്നേരം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് 4 മണിയിലായിട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. എനിക്കിപ്പം മടിയാവും. അമ്മ അകത്തിരിക്കണ്ടായിരുന്നു. കളി കഴിഞ്ഞു എത്ര വേഗം? ഉറക്കം വന്നിട്ടാ? ഇവിടെ ജുഗുനുവിന് കുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛമ്മ അവിടെ കുറുക്ക് കഴിക്കാണ്ടപ്പോ ഇവിടെ ഒരാൾക്ക് കുറുക്ക് കഴിക്കാണ്ട്. അപ്പൊ അവന് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പൊ ഞാൻ വിചാരിച്ചേ ചോറ് കൊടുത്തിട്ട് അങ്ങ് ഉറക്കാന്ന് വിചാരിച്ചേ. സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന് കുറുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അച്ഛമ്മയുടെ റാഗിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്തിട്ട് നമ്മൾ കുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാനിപ്പോൾ സ്നാക്സ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിന് പകരം ഞാൻ നേന്ത്രപ്പഴം കഴിക്കണം. നേന്ത്രപ്പഴം സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് ഹണി ഒഴിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശപ്പ് മാറും, ഹെൽത്തിയാണ് ഇതിനും. അവിടുത്തെ കൂട്ടാനും ഉപ്പേരിയൊക്കെ കുറച്ച് ചൂടാക്കാനുണ്ട്. ഞാനത് ആദ്യം ഇവിടെ ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനേ ഉള്ളൂ, വേറെ പണികളൊന്നുമില്ല. പിന്നെ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വെക്കണം, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് ഓട്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കാരണം ഉച്ചയ്ക്കും ചോറ് കഴിച്ചു. പിന്നെ ഇന്ന് ചോറ് രാത്രി വീണ്ടും ചോറ് കഴിക്കണ്ട. പിന്നെ ഉപ്പേരി ആണെങ്കിലും ക്യാബേജ് ഒക്കെയാണ്. പയറോ അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ എനിക്ക് പിന്നെയും കുഴപ്പമില്ല.
മറ്റേതാവുമ്പോ എനിക്ക് അത്രയ്ക്ക് വയറക്ക് കുറച്ചും കൂടി നല്ലോണം കഴിക്കേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഓട്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു, ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സബോളയും ഓട്സ് ഉപ്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് പാലിലാണ് ഇഷ്ടം, അല്ലാണ്ട് വെള്ളത്തിൽ വെറുതെ ഇങ്ങനെ കലക്കിയിട്ട് ഉപ്പിട്ട് കഴിക്കാൻ എനിക്ക് അത്രയ്ക്ക് പറ്റില്ല. അപ്പൊ പാലിൽ വേണം, ഇപ്പൊ പാല് വേണം, അപ്പൊ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഓട്സ് ഉപ്മാവ് ആക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓട്സ് ഉപ്മാവ് കുഴപ്പമില്ല എനിക്ക്. ഓട്സ് ഉപ്മാവ് അതായത് തക്കാളിയും ഒരു തക്കാളിയും സബോളയും ഇട്ടിട്ട് ജസ്റ്റ് ഉപ്മാവ് പോലെ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ. തവള സൂര്യ അമൃതം പൊടി ഒന്നും ആയിട്ടില്ല. റാഗി കാണുമ്പോ ഒരാളെ ഓർഡർ നോക്കി റാഗി കുറച്ച് കഴിക്കു. യമ്മി യമ്മി. ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്താ ഇഷ്ടമല്ലാത്ത കുക്ക്? ജുഗുന് കുറുക്ക് ഇഷ്ടായില്ല, മറ്റേ റാഗി കുറുക്ക് ഇഷ്ടായില്ല. ഇനിയിപ്പൊ ഇത് ഞാൻ കഴിച്ചിട്ട് ജുഗുന് അമൃതം പൊടി കുറുക്ക് ഉണ്ടാക്കാൻ പോവാ. ഞാനിവിടെ ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് തക്കാളിയും പച്ചമുളക് സബോള ഒക്കെ ഇട്ടിട്ട് ഒരു ഉപ്മാവ്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും. ഒരുപാട് എന്താ പറയുക, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പറയൂ. പിന്നെ കഴിക്കും. വെരി ഗുഡ്. എന്താ അമൃതം പൊടി കുറുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാഞ്ഞേ? ഇത് സ്വാദില്ലാത്തതാണോ? ഓക്കേ, ബൈ. അപ്പൊ ഗൈസ്, ജുഗുനുവിന്റെ അമൃതം പൊടി കുറുക്കും ഞാനാണ് കഴിക്കുന്നത്. ഞാൻ റാഗി കുറുക്ക് മുഴുവൻ കഴിച്ചില്ല കേട്ടോ, എനിക്കത് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല. പറഞ്ഞ പോലെ അമൃതം പൊടി കുറുക്ക് എത്രയും ഞാൻ തന്നെ കഴിച്ചു. ഇനി എന്റെ ഓട്സ് എനിക്ക് കഴിക്കണം. ഇതിപ്പോ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ഗെയിൻ ആവോന്ന് അറിയില്ല. ചുമ്മാ ടൈറ്റിലങ്ങ് മാറ്റിയാൽ മതിയല്ലോ. വെയിറ്റ് ഗെയിൻ ജേർണി ഓഫ് ജുഗുന് ദേ ഇപ്പൊ ബ്രെഡ് കഴിക്കുകയാണ്. അമൃതപ്പൊടി കുറുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ദേ ബ്രെഡ് കഴിക്കുന്നു. ജുഗുനുവിന്റെ ഡാഡയും ദേ അവിടെ നിന്ന് ബ്രെഡ് കഴിക്കുന്നു. അമ്മയും കൂടി കുട്ട്. അപ്പൊ തലമുട്ടല്ലേ? അപ്പൊ ഞങ്ങള് വാവുറങ്ങാൻ പോവാൻ വേണ്ടി വന്ന ആളാണ് കേട്ടോ. വാവുറങ്ങാൻ പോവാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഉറങ്ങാൻ പോണു അല്ലേ ജുഗുനു? ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ്. ഗുഡ്